ചെക്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വാവ്, അങ്ങനെ സിംബാബ്വെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിരിക്കുകയാണ്. അട്ടിമറി നടക്കുമെന്ന് വിചാരിച്ച ഫാൻസ് പോലും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആയിരുന്നു സിംബാബ്വെയുടെ ഫീൽഡിങ്, ആയിരുന്നു സിംബാബ്വെയുടെ ബോളിങ്, ആയിരുന്നു സിംബാബ്വെയുടെ ബാറ്റിങ്. ഓൾറൗണ്ടർ പ്രകടനത്തിന് മുമ്പിൽ ഓസ്ട്രേലിയ നിഷ്പ്രഭമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 169 റൺസൊക്കെ അടിച്ചു കൂട്ടുക, അതും 2 വിക്കറ്റ് നഷ്ടത്തിൽ. അതൊക്കെ ഒരു ടോപ്പ് മാസ് പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ എവൻസിൻ്റെ സ്പെല്ലിലുണ്ടല്ലോ, അതിലാണ് ഓസ്ട്രേലിയ വീണ് പോയത്. കൂടെ മറ്റേ മസർബാനി. ഈ 2007 ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. 2007 റിപ്പീറ്റ് അടിച്ചിരിക്കുകയാണ്. അന്ന് ബ്രണ്ടൻ ടൈലർ ആയിരുന്നെങ്കിൽ ഇന്ന് ബെന്നറ്റ് ആയിരുന്നു. ഇനി ഓസ്ട്രേലിയക്ക് സൂപ്പർ 4 വരണമെങ്കിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ തോൽപ്പിക്കണം. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക്. ശ്രീലങ്കയുടെ നാട്ടിൽ, അതായത് ശ്രീലങ്കൻ നാട്ടിൽ നടക്കുന്ന കളിയിൽ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് പോലെയുള്ള ഇത്രയും വലിയ മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിക്കും വേണം. സിംബാബ്വെക്ക് കയറാന്ന് പറഞ്ഞാൽ സിംബാബ്വെക്ക് 2 മാച്ച് ഉണ്ട്. ഈ 2 മാച്ചിൽ ഒരെണ്ണം ജയിച്ചാൽ മതി. അത് ഒരെണ്ണം അയർലാൻഡിൻ്റെ കൂടെയാണ്, ഒരെണ്ണം അയർലാൻഡിൻ്റെ കൂടെയും ഒരെണ്ണം ശ്രീലങ്കയുടെ കൂടെയാണ്. അപ്പം ഇവർ ജയിക്കുകയാണെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്നിൽ ജയിക്കുകയാണെങ്കിൽ സിംബാബ്വെ കയറും. ഇതുവരെ T20 വേൾഡ് കപ്പിൽ സിംബാബ്വെയെ ഓസ്ട്രേലിയക്ക് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് വല്ലാത്തൊരു ഫാക്റ്റ് തന്നെയാണ്. ഈ വർഷത്തെ ലോകകപ്പിൽ ആദ്യ റൗണ്ട് മുതൽ കിടുക്കാച്ചി കളികളാണ്. അട്ടിമറിച്ചു എന്നൊരു വാക്ക് ഈ വിജയത്തെ ചെറുതായി കാണാൻ കഴിയില്ല. കളിയുടെ സമഗ്ര മേഖലകളിലും, അതായത് ബോളിങ്, ബാറ്റിംഗ്, ഫീൽഡിങ് എന്നീ സമഗ്ര മേഖലകളിലും സിംബാബ്വെ ഓസ്ട്രേലിയക്ക് മേലെ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. ഫീൽഡിങ്ങിലായാലും ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഒന്നും ഓസ്ട്രേലിയക്ക് പിടിച്ചു നിൽക്കാനായിട്ടില്ല. മുസർബാനിയുടെയും ബ്രാഡ് ഇവാൻസിൻ്റെയും സ്പെല്ലുകൾ അതിമനോഹരമായിരുന്നു. 4 ഓവറിൽ 17 റൺസ് വിട്ടുകൊടുത്ത് മുസർബാനി 4 വിക്കറ്റ് നേടിയപ്പോൾ 3.3 ഓവറിൽ ഇവാൻസ് 23 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഈ മത്സരത്തിൻ്റെ ഇടയിൽ മാർക്ക് സ്റ്റോയ്സിന് പരിക്കേറ്റത് ഓസ്ട്രേലിയ കൂടുതൽ കുഴപ്പത്തിലാക്കിയിട്ടുമുണ്ട്. പരിക്ക് ഗുരുതരമല്ലെന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് ഇനി സ്കോർ കാർഡിലേക്ക് കിടക്കാം. ടോസ് കിട്ടി ഓസ്ട്രേലിയ ബോളിംഗ് തിരഞ്ഞെടുത്തതോടുകൂടി അവിടുന്ന് മുതൽ ഓസ്ട്രേലിയക്ക് പഴച്ചു. ബാറ്റ് ചെയ്യാനിറങ്ങിയ ബെന്നറ്റ് 64 റൺസ് എടുത്തപ്പോൾ കൂട്ടായിട്ട് മർമണി 35 റണ്ണും, അതായത് റയാൻ 35 റൺസും ക്യാപ്റ്റൻ റാസ 25 റൺസും എടുത്ത് നോട്ട് ഔട്ട് ആവുകയായിരുന്നു. അപ്പോൾ ബെന്നറ്റിന് മികച്ച പിന്തുണ. ഇറങ്ങിയവരൊക്കെ അവർ ഒരു ആവറേജ് ലെവലിൽ കളിച്ചിട്ടാണ് കയറി പോകുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് നേടി. വിക്കറ്റ് നേടിയെന്ന് പറയുന്നത് സ്റ്റോയിനിസിനാണ്. 2.5 ഓവറിൽ 17 റൺസിന് 1 വിക്കറ്റ് നേടി. അതുപോലെ ഗ്രീൻ 1.1 ഓവറിൽ 6 റൺസ് വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ആദ്യം മുതലേ പഴച്ചു. ഇവരുടെ വിക്കറ്റ് വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 റൺസിന് 1 വിക്കറ്റ് പോയി. അത് ഇംഗ്ലീഷാണ്. രണ്ടാമത്തെ വിക്കറ്റ് പോണത് 24 റൺസിനാണ്. ഗ്രീൻ ഔട്ടായി. ഡേവിഡ് ഔട്ടാവുന്നത് 25 റൺസിന്. ഹെഡ് ഔട്ടാവുന്നത് 29 റൺസിന്. 4 വിക്കറ്റ് പോയേ, അതും 4 ഓവറായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അങ്ങനെ മാക്സ്വെല്ലാണ് പിന്നെ 106 റൺസിലാണ് മാക്സ്വെൽ ഔട്ടാവുന്നത്. 117 റൺസിലെത്തിയപ്പോൾ സ്റ്റോയിനിസ് വീണു. പിന്നെ അങ്ങോട്ട് 131 7 വിക്കറ്റ് പോയി, 139 8 വിക്കറ്റ് പോയി, 141 9 വിക്കറ്റ് പോയി. അവസാനം 146 ഓൾ ഔട്ട് ആവുകയായിരുന്നു. മുസർബാനി 4 ഓവറിൽ 17 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ തന്നെ എവൻസ് 3.3 ഓവർ എറിഞ്ഞ് വെറും 23 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. മസ്കഡ്സ 4 ഓവറിൽ 36 റണ്ണിന് 1 വിക്കറ്റും റയാൻ 1 ഓവറിൽ 9 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെ ഓസ്ട്രേലിയ 146 ഓൾ ഔട്ടായി, അതും 19.3 ഓവറിൽ. ഓക്കെ, ഇനി ഓസ്ട്രേലിയക്ക് വേൾഡ് കപ്പിലേക്ക് ഗ്രൂപ്പിൽ നിന്ന് കയറണമെങ്കിൽ വലിയൊരു കടമ്പ തന്നെ കടക്കേണ്ടിയിരിക്കുന്നു. ശ്രീലങ്കയെ തോൽപ്പിക്കണം, അതും വലിയ മാർജിനിൽ തന്നെ തോൽപ്പിക്കേണ്ട, വലിയൊരു മാർജിനിൽ നല്ല റൺ റേറ്റിൽ ശ്രീലങ്കയെ തോൽപ്പിക്കണം. അതൊരു
അസാധ്യ കാര്യമാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ തോൽവിക്കായി പ്രാർത്ഥിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.